ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നേരിടുന്ന എന്തോ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരന് വേണ്ട, നിർബന്ധമായിട്ടും വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ നിർബന്ധമായിട്ടും പാഷനേറ്റ് ആയിരിക്കണം, കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായിരിക്കണം. പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ബിസിനസ്സിനോട് ഒരു അഭിനിവേശം ഉണ്ടാകണം, അതിനോട് അതിയായ മമത ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ബിസിനസ്സിൽ നല്ല നിലയിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നു മാത്രമല്ല, നല്ല കടമ ഉത്തരവാദിത്ത ബോധവും ആ ബിസിനസ്സിനോട് വേണം. അതാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സുകാരന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചെയ്യുന്ന ബിസിനസ്സിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ്സിൻ്റെ ഉപഭോക്താക്കൾക്ക് ഒരു വാല്യൂ അഡീഷൻ എന്തായാലും കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. നിലവിലുള്ള അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് വാല്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. പഠിക്കുവാനും വികസിക്കുവാനുമുള്ള ത്വര എന്ന് പറയാം. 21-ാം നൂറ്റാണ്ടിൽ നിരക്ഷരൻ എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയാത്ത ആളല്ല. പകരം പഠിക്കുവാനും പഠിച്ചത് മറക്കുവാനും പുതിയത് പഠിക്കുവാനും ത്രാണിയുള്ള, കെൽപ്പുള്ള, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെയാണ്, അതില്ലാത്ത ആളുകളെയാണ് നിരക്ഷരൻ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിലും അങ്ങനെയാണ്. ബിസിനസ്സിൽ പുതുതായിട്ട് വരുന്ന ട്രെൻഡുകളെ പഠിക്കുവാൻ, മാർക്കറ്റിനെ പഠിക്കുവാൻ, പുതിയ മെത്തേഡുകൾ പഠിക്കുവാൻ, സ്ട്രാറ്റജി പഠിക്കുവാൻ, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ നമുക്ക് സാധ്യതകളില്ല എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം.